അടിമത്തവും ഇസ്ലാമും എന്ന നമ്മുടെ വിഷയത്തിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിക്കും അള്ളാഹു എന്ന അദ്ദേഹത്തിൻ്റെ ദൈവത്തിനും അടിമത്തം ഒരു മോശമായ കാര്യമായിട്ടോ ഒരു മഹാതിന്മയായിട്ടോ തോന്നാതിരുന്നത്. അതിൻ്റെ മനഃശാസ്ത്രപരവും സാമൂഹ്യശാസ്ത്രപരവും ആയിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത്. ഞാൻ എൻ്റെ ബ്ലോഗ് ലേഖനത്തിലെ ഇനി വായിക്കാനുള്ള ഒരു ഖണ്ഡിക വായിച്ചുകൊണ്ട് ഈ വിഷയം വിശദമായിട്ട് സംസാരിക്കാം. 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഗോത്ര സമൂഹത്തിൽ ജീവിച്ച മുഹമ്മദ് എന്ന മനുഷ്യപ്രവാചകന് ഇതൊന്നും അനീതിയായി തോന്നിയിരുന്നില്ല എങ്കിൽ അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. മനുഷ്യൻ്റെ പ്രകൃതം അതാണ്. സ്വന്തം ജീവിത സാഹചര്യങ്ങളോടും ചുറ്റുപാടുകളോടും താതാത്മ്യപ്പെടുന്ന ഒരു നീതിബോധം മാത്രമേ എക്കാലത്തും മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. സാഹചര്യങ്ങളും സാമൂഹ്യ ഘടനയും മാറി വരുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ മൂല്യബോധവും ക്രമാനുഗതമായി വികസിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ത്രികാലജ്ഞാനിയായ പ്രപഞ്ച സ്രഷ്ടാവിന് ഒരു കിരാത ഗോത്ര സംസ്കൃതിയുടെ മൂല്യങ്ങൾക്കപ്പുറം ചിന്തിക്കാനായില്ല എന്ന് കരുതുന്നത് വിഡ്ഢിത്തമല്ലേ? മനുഷ്യൻ മനുഷ്യനെ സ്വകാര്യ സ്വത്താക്കി ചൂഷണം ചെയ്യുന്നത് ദൈവനിശ്ചയപ്രകാരമാണെന്നും അതിൽ ചൂഷിതരും ഇല്ലാത്തവരും അസൂയപ്പെടേണ്ടതില്ല എന്നും വെളിപാട് ഉരുവിടുന്നത് ദൈവമായിരിക്കാൻ ഇടയില്ല. അത് ചൂഷണത്തെ നീതീകരിക്കാനായി ചൂഷകൻ ആവിഷ്കരിച്ചതാകാനേ വഴിയുള്ളൂ. അടിമത്തത്തിൽ എന്തെങ്കിലും തിന്മ ഉള്ളതായി കരുതുന്ന ദൈവം സ്രഷ്ടാവായ റബ്ബും സൃഷ്ടികളായ ഇലാഹുകളും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാനായി മനുഷ്യർക്കിടയിലെ അടിമയുടെ ബന്ധത്തെ ഉദാഹരിക്കുകയോ ചൂഷണാധിഷ്ഠിതമായ ഈ നീച വ്യവസ്ഥയുടെ കർത്തൃത്വം സ്വയം ഏറ്റെടുക്കുകയോ ചെയ്യുമായിരുന്നില്ല. മുമ്പ് നമ്മൾ വായിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള എൻ്റെ ഒരു കമൻ്റാണ് ഞാൻ ഈ ഒരു ഖണ്ഡികയിലൂടെ വായിച്ചത്. എന്തുകൊണ്ട് മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ ദൈവമായ അള്ളാഹുവിനും അടിമത്തം ഒരു വലിയ തിന്മയായിട്ട് അനുഭവപ്പെട്ടില്ല എന്നതിൻ്റെ മനഃശാസ്ത്രപരമായ കാരണം, അതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ചാൽ ഇതിൻ്റെ കാരണം പിടികിട്ടും. നമ്മൾ ഏത് കാലഘട്ടത്തിൽ ഏതു സമൂഹത്തിൽ ജനിച്ചു വളർന്നുവോ ജീവിച്ചുവോ ആ ഒരു സാമൂഹികമായ ആവാസ വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് ശരി, അവിടെ എന്തൊക്കെയാണ് തെറ്റുകൾ, അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ മസ്തിഷ്കത്തിലെ നമ്മുടെ ധാർമ്മിക ചിന്തയും മൂല്യബോധവുമൊക്കെ രൂപപ്പെടുന്നതും വികസിക്കുന്നതും. അതിനപ്പുറത്തേക്ക് കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന വസ്തുതകൾക്കും യാഥാർത്ഥ്യങ്ങൾക്കുമൊക്കെ അപ്പുറത്തേക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പരിശീലിക്കണം. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നവർ, കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ കഴിയുന്നവർ സമൂഹത്തിൽ വളരെ വളരെ ദുർലഭമാണ്. കാരണം അത് മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിക്ക് അപ്പുറമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എന്താണോ ശരി, ആ ശരിയെ ശരിയായി കാണാനും ആ തെറ്റിനെ തെറ്റായി കാണാനും അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ശരികളുണ്ട് എന്നും ഇതിലെ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ശരിയല്ല എന്നും ചിന്തിച്ചുകൊണ്ട് കാലത്തിന് മുന്നിലേക്ക് ചിന്തയെ സഞ്ചരിപ്പിക്കാൻ സാധാരണഗതിയിൽ മനുഷ്യർക്ക് സാധ്യമല്ല. ഇതിന് ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇത് നമ്മുടെ ചിന്തയുടെ മാത്രം കാര്യമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ അഡാപ്റ്റേഷൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ 1985, 86, 87 കാലത്ത് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയത്, ഗവൺമെൻറ് സ്കൂളിൽ ജോലി കിട്ടിയത് കോഴിക്കോട് നഗരത്തിനടുത്തുള്ള മാറാട് ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. മാറാട് ബീച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വലിയ വർഗീയ കലാപമൊക്കെ നടന്ന സ്ഥലമാണ്. അവിടെ കടൽ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഫിഷറീസ് സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത്. ആ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കടപ്പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ, ആ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ആ സ്കൂളും പരിസരത്തും എത്തുന്നതോടുകൂടി തന്നെ മൂക്കുപൊത്തി. കാരണം അവിടെ കടപ്പുറത്തെ മീനിൻ്റെയും ഉണക്കാനിട്ട മീനിൻ്റെയും ഒക്കെ വല്ലാത്ത ദുർഗന്ധം നമ്മുടെ മൂക്കിൽ വന്ന് കുത്താൻ തുടങ്ങി. അപ്പോൾ ആ സ്കൂളും പരിസരവും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയും അറപ്പുളവാക്കുന്ന തരത്തിലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുക, ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്, നമുക്കവിടെ പോയി ജോയിൻ ചെയ്യുക, പഠിപ്പിക്കുക, അത് നിവൃത്തിയില്ല. അങ്ങനെ ആ സ്കൂളിൽ പോയി നമ്മൾ ജോയിൻ ചെയ്ത് അവിടെ പഠിപ്പിക്കാനായിട്ട് പോകാൻ തുടങ്ങി.
ആദ്യം നമ്മൾ ടൗണിൽ താമസിച്ചിട്ട് അങ്ങോട്ട് പോവുകയായിരുന്നു. പക്ഷേ അത് യാത്രയൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെ അടുത്തെവിടെയെങ്കിലും ഒരു വീട് കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ച് അങ്ങനെ കടൽപ്പുറത്ത് തന്നെ മാറാട് അരേ സമാജത്തിൻ്റെ അടുത്ത് കടപ്പുറക്കാർ താമസിക്കുന്ന വീടിനോടനുബന്ധമായിട്ട് ഒരു ചെറിയ കുടിൽ പോലത്തെ ഒരു വീട് വാടകയ്ക്ക് കിട്ടാനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ആ വീട് വാടകയ്ക്കെടുത്ത് ഞാനും കുടുംബവും അവിടെ താമസമാക്കി. അപ്പോഴേക്കും ഞാൻ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ അനുഭവപ്പെട്ട ദുർഗന്ധമൊന്നും അവിടെ ഇല്ലാതായി. അവിടെ മീൻ മണക്കുന്നില്ല, ഉണക്കമത്തി മണക്കുന്നില്ല, അസ്വസ്ഥതയില്ല, ഓക്കാനം വരുന്നില്ല, പ്രശ്നമൊക്കെ സോൾവായി. നമുക്ക് സാധാരണ പോലെ തന്നെ അവിടെ താമസിച്ചുകൊണ്ട് അവിടെ സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. 2 കൊല്ലത്തിലേറെ ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ മണം, അപ്പോൾ തോന്നിയ ആ ദുർഗന്ധം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറഞ്ഞു വന്നു. 1-2 ആഴ്ച കഴിഞ്ഞതോടുകൂടി പിന്നെ അവിടെ തന്നെ താമസമാക്കിയതോടുകൂടി പൂർണ്ണമായിട്ട് ഇല്ലാതായി. സ്വാഭാവികമായിട്ടും വളരെ സാധാരണത്തെ പോലുള്ള ഒരു അന്തരീക്ഷമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടി വെക്കേഷൻ 1-2 മാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും ആദ്യം ചെല്ലുമ്പോൾ പിന്നെയും പഴയ മണം തുടങ്ങും. പക്ഷേ 1-2 ദിവസം കൊണ്ട് ആ മണം ഇല്ലാതാവും. ഇത് എല്ലാവർക്കും പലതരത്തിൽ അനുഭവം ഉണ്ടാവും. ആ കാലത്ത് തന്നെ കോഴിക്കോട്ടേക്ക് മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തു നിന്നും ബസ്സിന് പോകുമ്പോൾ നമ്മൾ ചെറുവണ്ണൂർ കഴിഞ്ഞാൽ മീൻചന്ത എത്തുന്നതിന് മുമ്പ് ഞെളിയൻ പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നഗരത്തിലെ മാലിന്യങ്ങൾ കുന്നുകൂട്ടുന്ന സ്ഥലമാണ്. അവിടെ അത് സംസ്കരിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതുവഴി ബസ്സിലങ്ങോട്ട് പോകുമ്പോൾ ബസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ പോലും മൂക്കുപൊത്തും, ബസ് ഞെളിയമ്പറമ്പ് വഴി കടന്നു പോകുമ്പോൾ. പക്ഷേ ബസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റോട്ടിൽ കൂടെ നടക്കുന്ന ആൾക്കാരോ അവിടെ കടയിലിരിക്കുന്ന ആൾക്കാരോ അവിടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരാരും മൂക്ക് കുത്തുന്നില്ല, സാധാരണ പോലെ അതിൽ നടന്നു പോകുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഈ ബസ്സിൽ അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ദുർഗന്ധം അനുഭവപ്പെടുകയും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അത് അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. അതിന് മനഃശാസ്ത്രപരവും മസ്തിഷ്കശാസ്ത്രപരവും നമ്മുടെ ശാരീരികവുമായിട്ടൊക്കെയുള്ള ബയോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ധാർമ്മിക ചിന്തകളുടെയും നമ്മുടെ മൂല്യബോധത്തിൻ്റെയും ഒക്കെ അവസ്ഥ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ കുട്ടിക്കാലം മുതലേ കണ്ടും കേട്ടും അനുഭവിച്ചും വരുന്ന കാര്യങ്ങൾ അത് ശരിയോ തെറ്റോ എന്ന് മറ്റൊരു മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് അതിൽ നിന്ന് ശരികളെയും തെറ്റുകളെയും വേർതിരിച്ചുകൊണ്ട് അന്നത്തെ തെറ്റുകളെ ചോദ്യം ചെയ്യാനും പുതിയ ശരികളെ സ്വീകരിക്കാനും ഒന്നും സ്വാഭാവികമായ നമ്മുടെ മസ്തിഷ്ക ഘടന പര്യാപ്തമല്ല. സഹജമായി നമ്മൾ ചുറ്റുപാടുകളോട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ചുറ്റുപാടുകളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകാനുള്ള ഒരവസ്ഥയിലാണ്. ഇത് ജീവികളുടെ ജൈവപരമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെയാണ് ചുറ്റുപാടുകൾ മാറുന്നതിനനുസരിച്ച് ജന്തുക്കളിൽ മാറ്റം വരുന്നത്, മനുഷ്യരിൽ മാറ്റം വരുന്നത്, മനുഷ്യൻ്റെ കൾച്ചറിൽ മാറ്റം വരുന്നത്, മനുഷ്യൻ്റെ മൂല്യബോധത്തിൽ മാറ്റം വരുന്നത്. ഇത് വലിയ വലിയ മഹാന്മാരും ചിന്തകരുമാണ് എന്ന് നമ്മൾ കരുതിയിരുന്ന ചരിത്ര പുരുഷന്മാർക്ക് പോലും ഈ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അതേസമയം ചില ആളുകൾ കാലത്തിനു മുന്നേ സഞ്ചരിക്കാൻ കഴിയുന്ന സ്വതന്ത്ര ചിന്തകരുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ 2 ആളുകളെ ഈ 2ൻ്റെ ഉദാഹരണമായിട്ട് സമകാലികരായ 2 പേരെ നമുക്കെടുക്കാം, നെഹ്റുവിനെയും ഗാന്ധിജിയെയും. നെഹ്റു പല കാര്യത്തിലും കാലത്തിനു മുന്നേ ചിന്തിക്കുകയും കാലത്തിന് മുന്നിൽ സഞ്ചരിക്കുകയും ചെയ്ത ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു. അതേസമയത്ത് ഗാന്ധിജി വളരെ നല്ല മനുഷ്യനായിരുന്നു, മഹാനായിരുന്നു, മാനവികവാദിയായിരുന്നു, ലോകം ആദരിക്കുന്ന മഹാനാണ്, ഇതൊക്കെ ശരിയാണ്, മഹാത്മാവാണ്, ഇതൊക്കെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മനുഷ്യർക്ക് മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹവും പല കാര്യങ്ങളിലും അദ്ദേഹം ജീവിച്ചിരുന്ന ചുറ്റുപാടുകളുടെ ശരികളോട് താതാത്മ്യപ്പെട്ടു പോവുകയും അതിലെ ശരികേടുകളെ കാണാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരാളാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയി അവിടെ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വെളുത്തവർ കാണിക്കുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ട്, അപ്പാർത്തീഡിനെതിരായിട്ട്, വർണ്ണവിവേചനത്തിനെതിരായിട്ട് വലിയ പ്രക്ഷോഭവും സമരമൊക്കെ നടത്തി അടിയൊക്കെ കൊണ്ട് ജയിലിലൊക്കെ കടന്നു വന്ന ആളാണ്. പക്ഷേ ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തീഡിനേക്കാൾ ഭീകരമായ അപ്പാർത്തീഡാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗാന്ധിജിയുടെ കുടുംബത്തിലും ഗാന്ധിജിയുടെ ചുറ്റും ഗാന്ധിജിയുടെ സമൂഹത്തിലും സമുദായത്തിലും ഈ രാജ്യത്ത് മൊത്തവും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ എന്ന അപ്പാർത്തീഡ്. അതിനെ ഗാന്ധിജി ആഫ്രിക്കയിലെ അപ്പാർത്തീഡിനെ പോലെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് കണ്ടിരുന്നില്ല. ദളിതരോടും താഴ്ന്ന ജാതിക്കാരോടും ഒക്കെ കുറച്ച് സഹതാപം കാണിക്കണം എന്ന ഒരു മനോഭാവമല്ലാതെ ഈ ജാതി വ്യവസ്ഥ മറ്റേ വർണ്ണവ്യവസ്ഥ പോലെ തന്നെ
വർണ്ണവിവേചനം പോലെ തന്നെ ഭീകരമായ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു ഉച്ചനീചത്വമാണെന്നോ ചൂഷണമാണെന്നോ അത് അധാർമികമാണെന്നോ കൃത്യമായി മനസ്സിലാക്കാനും ചിന്തിക്കാനും അംബേദ്കർക്ക് കഴിഞ്ഞതുപോലെ ഗാന്ധിജിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നെഹ്റുവിന് കഴിഞ്ഞതുപോലെയും ഗാന്ധിജിക്ക് കഴിഞ്ഞിട്ടില്ല. ഗാന്ധിജി ആദ്യകാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും പ്രസംഗങ്ങളിലുമൊക്കെ ജാതി വ്യവസ്ഥയെ വളരെ സ്വാഭാവികമായൊരു വ്യവസ്ഥ എന്ന നിലക്ക് ന്യായീകരിക്കുന്നതായിട്ട് കാണാം. യങ് ഇന്ത്യയിലൊക്കെ അദ്ദേഹം ആദ്യകാലത്ത് എഴുതിയിരുന്ന പല കുറിപ്പുകളിലും ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അതിഭീകരമായ തിന്മയായി കണ്ട ഗാന്ധിജിക്ക് സ്വന്തം മൂക്കിന് താഴെയുള്ള ജാതി വ്യവസ്ഥയുടെ വർണ്ണവിവേചനം അത്ര ഭീകരമായിട്ട് തോന്നാതിരിക്കാൻ കാരണം ഞാനീ പറഞ്ഞതാണ്, ഞെളിയമ്പറമ്പ് മനഃശാസ്ത്രമാണ്. ഗാന്ധിജി കണ്ടും കേട്ടും ശീലിച്ചത് അത്ര മോശമാണെന്ന് ഗാന്ധിജിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് അംബേദ്കർ, എന്തുകൊണ്ടാണ് അംബേദ്കർ അതിഭീകരമായിട്ട് ജാതി വ്യവസ്ഥയെ എതിർത്തത്? അംബേദ്കർ ഇതിൻ്റെ വിക്റ്റിമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. വിക്റ്റിംസിന് മനസ്സിലാവുന്നത് പോലെ ഗുണഭോക്താക്കൾക്ക് മനസ്സിലാവില്ല എന്നതാണ് അതിൻ്റെ കാരണം. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മൂല്യബോധത്തെ സ്വാധീനിക്കുന്ന സാമൂഹിക ആവാസ വ്യവസ്ഥയുടെ സവിശേഷത. ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയാണ് ബംഗ്ലാദേശിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള വർഗീയതയും മതമൗലികവാദവും വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ അവരാണ്. അവിടുത്തെ സോളിഡാരിറ്റി, നമ്മളെ കേരളത്തിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ അറിയുന്നത് സോളിഡാരിറ്റിയുടെ തെരുവ് നാടകങ്ങളിലൂടെയാണ്. എന്നാൽ ബംഗ്ലാദേശിലെ സോളിഡാരിറ്റിക്കാർ എന്താ ചെയ്യുന്നത്? അവരവിടെ ഹിന്ദുക്കളെ കാണുന്നിടത്ത് വെച്ച് അടിച്ചോടിച്ച് അവരെ കൊല്ലുകയും അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ വീട് കത്തിക്കുകയും അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിക്കുകയും അവരുടെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ നിന്ദ്യമായ രീതിയിൽ മനുഷ്യവേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ന്യൂനപക്ഷ വേട്ട നടത്തിക്കൊണ്ടാണ്. ആ ന്യൂനപക്ഷ വേട്ടയ്ക്ക് രാഷ്ട്രീയമായി നേതൃത്വം നൽകുന്നത് അവിടുത്തെ സോളിഡാരിറ്റിയാണ്. നമ്മുടെ കേരളത്തിലെ സോളിഡാരിറ്റിക്കാരന് ഈ പണി കേരളത്തിൽ ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ചെയ്യണമെന്ന് അവരുടെ സംഘടന ആഹ്വാനം ചെയ്താൽ പോലും ഒരൊറ്റ സോളിഡാരിറ്റിക്കാരനും ഇവിടെ അമ്പലം പൊളിക്കാനോ ഒരു ഹിന്ദുവിനെ ബലാത്സംഗം ചെയ്യാനോ ഒരു ഹിന്ദുവിൻ്റെ വീട് തകർക്കാനോ പോവില്ല. എന്താ കാരണം? ആ ആവാസ വ്യവസ്ഥയും ഈ ആവാസ വ്യവസ്ഥയും രണ്ടും രണ്ടാണ്. ഇവിടെ ജനിച്ചു വളർന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന് ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു ബഹുമത സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ സാമാന്യമായി പാലിക്കേണ്ട മര്യാദയല്ല അത് എന്ന് തിരിച്ചറിയാനുള്ള ധാർമ്മിക ബോധം വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ സോളിഡാരിറ്റിക്കാരൻ എന്താ ചെയ്യുന്നത്? ഗെയിൽ പൈപ്പിനെതിരായിട്ടും കേരളിനെതിരായിട്ടും കൊക്കക്കോലയ്ക്കെതിരായിട്ടും ഒക്കെ സമരം ചെയ്തുകൊണ്ട് തെരുവിൽ നാടകം കളിച്ചുകൊണ്ട് നടക്കുന്നു. ആദിവാസികളുടെ നിൽപ്പ് സമരത്തിലൊക്കെ പോയിട്ട് കുത്തിയിരിപ്പും നിൽപ്പും നടത്തിക്കൊണ്ട് അതിനോട് സഹകരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ സോളിഡാരിറ്റിക്കാരൻ ചെയ്യുന്നത്. സോളിഡാരിറ്റിക്കാരൻ ഇവിടെ ഇസ്ലാമും ഖുർആനും ഒന്നും പറഞ്ഞു നടക്കുന്നില്ല. അവർക്ക് ഇതുപോലെയുള്ള സാമൂഹ്യ വിഷയങ്ങളിലൊക്കെയാണ് താല്പര്യം. കാരണം ഇവിടെ അതേ വേവുള്ളൂ എന്നറിയാം. ഈ കലത്തിൽ മറ്റേ സാധനം വേവിക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ധാർമ്മിക മൂല്യങ്ങളും ഇവിടുത്തെ സാമൂഹ്യ ആവാസ സംസ്കാര വ്യവസ്ഥയുമൊക്കെ ബംഗ്ലാദേശിലെയോ കാശ്മീരിലെയോ പാകിസ്ഥാനിലെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെയോ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര ബഹുമത സമൂഹത്തിലാണ്. അവിടെ നമ്മുടെ സഹജീവികളാണ് മറ്റുള്ളവരും. അതുകൊണ്ട് മനുഷ്യർ എന്ന നിലക്ക് മനുഷ്യത്വപരമായിട്ട് പെരുമാറിക്കൊണ്ട് മാത്രമേ ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഇവിടുത്തെ സോളിഡാരിറ്റിക്കാരനും ജമാഅത്തെ ഇസ്ലാമിക്കാരനും വരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ ബംഗ്ലാദേശിലെ സോളിഡാരിറ്റിക്കാരനും കേരളത്തിലെ സോളിഡാരിറ്റിക്കാരനും രണ്ട് തരം വ്യത്യസ്ത സംസ്കാരവും മൂല്യബോധവുമാണ് പേറുന്നതെങ്കിൽ അതിൻ്റെ കാരണം ഞാനീ പറഞ്ഞതാണ്. ആവാസ വ്യവസ്ഥ വ്യത്യാസപ്പെടുമ്പോൾ അതിനനുസരിച്ച് അതിനോട് താതാത്മ്യപ്പെടുന്ന മൂല്യബോധമാണ് നമ്മളിൽ വികസിച്ചു വരിക. എന്നാൽ ഈ മതവിശ്വാസം പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ കാലത്തിനൊപ്പം സഞ്ചരിക്കാനോ കാലത്തിന് മുന്നിൽ സഞ്ചരിക്കാനോ അനുവദിക്കാതെ കാലത്തിന് പുറകിലേക്ക് പിടിച്ചു വലിക്കുന്നു എന്നതാണ് മതം മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സാംസ്കാരികമായിട്ടുള്ള ദ്രോഹം എന്ന് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ച ഒരു ധാർമ്മിക ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകാവസാനം വരെ മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന മിഥ്യാധാരണ മനസ്സിൽ പേറുന്നതുകൊണ്ട്, അങ്ങനെ ഒരു സാധനം കുത്തിവെക്കപ്പെട്ടതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ധാർമ്മിക ബോധം അനുസരിച്ച് ജീവിക്കുമ്പോഴും ഇവനെ കുറ്റബോധം വേട്ടയാടുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തെറ്റാണ് എന്ന ബോധം അവൻ്റെ മനസ്സിലേക്ക്
കുത്തിച്ചെലുത്തുന്നു ഈ മതം. എന്നാലും ഈ കാലത്തിൻ്റെ മൂല്യബോധത്തോടൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടാണ് വ്യാഖ്യാനങ്ങളും കസർത്തുകളും പ്രമാണം തള്ളലും ഒക്കെ ആയിട്ട് ഇവർ നാടകം കളിക്കുന്നത്. അടിമത്തത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർക്കറിയാം, എല്ലാവർക്കും അറിയാം അടിമത്തം തെറ്റാണ്, അത് മനുഷ്യത്വ വിരുദ്ധമാണ്, അത് മാനവിക വിരുദ്ധമാണ്, അതൊരിക്കലും മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് അനീതിയാണ്. ഇതൊക്കെ ഇവിടുത്തെ എല്ലാ മതവിശ്വാസികൾക്കും അറിയാം. എന്തുകൊണ്ടാണ് ആ അടിമത്തം തെറ്റാണ് നിങ്ങൾ വിശദീകരിക്കൂ എന്നൊക്കെ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അത് നമ്മളെ എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് എന്നും ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നതല്ല എന്നും നമുക്കൊക്കെ അറിയാം. എന്തുകൊണ്ട് അടിമത്തം തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇത്തരം സാമൂഹികമായ വിഷയങ്ങളിൽ എന്തുകൊണ്ട് ഇത് തെറ്റ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ വിക്ടിംസ് ആവുകയോ അല്ലെങ്കിൽ വിക്ടിംസ് ആണെന്ന് സങ്കല്പിക്കുകയോ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇവിടെയാണ് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്. അംബേദ്കർ അതിൻ്റെ വിക്ടിമായി അനുഭവിച്ചതുകൊണ്ടാണ് അംബേദ്കറിന് ജാതി വ്യവസ്ഥയോട് ഇത്രയേറെ പ്രശ്നം തോന്നിയത്. ഗാന്ധിജി അതിൻ്റെ ഗുണഭോക്താവായി ജീവിച്ചതുകൊണ്ടാണ് ഗാന്ധിജിക്ക് അതൊരു വലിയ പ്രശ്നമായി അനുഭവപ്പെടാതിരുന്നത്. നമ്മളാരും അടിമത്തം അനുഭവിച്ചിട്ടില്ല, നമ്മൾ ജീവിക്കുന്ന കാലത്ത് അടിമത്തം ഇല്ല. പക്ഷേ നമ്മൾ അടിമത്തം തെറ്റാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഒരടിമയായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടുമായിരുന്നു, നമ്മുടെ ജീവിതം എന്താകുമായിരുന്നു എന്ന് സങ്കല്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അടിമത്തം തെറ്റാണെന്ന് തോന്നുന്നത്. പക്ഷെ അടിമത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരടിമയ്ക്കോ ഉടമയ്ക്കോ അന്നത്തെ ഒരു സമൂഹത്തിനോ അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. കാരണം അത് കണ്ടും കേട്ടും അനുഭവിച്ചും വരുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ശരി എന്ന തോന്നൽ വളരെ സ്വാഭാവികമായിട്ടും സഹജമായിട്ടും അവരുടെ മനസ്സിൽ രൂപപ്പെടുന്നു. പിന്നെ ചില ഘട്ടങ്ങളിൽ ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ചില ഇതിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള ചില ആളുകൾക്ക്, അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സ്വതന്ത്രമായി ചിന്തിച്ച ചില അപൂർവം മനുഷ്യർക്കാണ് അയ്യോ ഇത് ശരിയല്ല എന്ന തോന്നലുണ്ടാവുന്നത്. ശരിയല്ല എന്ന തോന്നൽ ഒരാളിൽ അങ്കുരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആദ്യം ചെയ്യുന്നത് ഇത് ശരിയല്ല എന്ന തിരിച്ചറിവ് അയാൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. തിരിച്ചറിവുണ്ടായെങ്കിലേ അതിനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു തിന്മയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തിന്മയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ആദ്യത്തെ കടമ നിർവഹിച്ചുകൊണ്ട് മാത്രമേ മാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഏത് കാര്യത്തിലും. ഇപ്പോൾ പാട്രിയാർക്കി ഒരു തെറ്റാണ് എന്ന് ഇന്ന് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പാട്രിയാർക്കിയിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹമാണ്, പുരുഷാധിപത്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹമാണ്. ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ച് വിളമ്പാനും നമ്മുടെ കുട്ടികളെ പ്രസവിക്കാനും നമ്മുടെ വീടടിച്ചു വാരാനും നമ്മുടെ പരിചാരക വൃത്തി ചെയ്യാനും നമ്മളെ വീട്ടിൽ ഒരു റോബോട്ട് പോലെ, ഒരു യന്ത്രം പോലെ, അല്ലെങ്കിൽ ഒരു വീട്ടു വേലക്കാരിയെ പോലെ പാർപ്പിക്കാനുമുള്ള ഒരു സാധനമാണ് സ്ത്രീ എന്നത് നമ്മുടെ പൊതുബോധമാണ്. ആ പൊതുബോധത്തിൽ നിന്ന് സമൂഹത്തെ മുക്തരാക്കണമെങ്കിൽ അതിൽ തെറ്റുണ്ട്, അത് ശരിയല്ല. സ്ത്രീകൾക്കും പുരുഷനെ പോലെ തന്നെ ഈ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള അന്തസ്സും സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ ആദ്യം മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനെതിരായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ചിന്തകളും ഒക്കെ വളർന്നു വരികയുള്ളൂ. ഇവിടെ പാട്രിയാർക്കി എന്ന ഒരു സമൂഹത്തിൽ ഒരു സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപ്പിലിട്ടതുപോലെ വളർന്നു വരുമ്പോൾ അത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നുകയില്ല. അതുപോലെ തന്നെയാണ് ജാതി വ്യവസ്ഥയും. ജാതി വ്യവസ്ഥയുടെ കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. ഒരു 75-80 വർഷം മുമ്പത്തെ ഒരു മലയാള പത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിലെ വന്നിട്ടുള്ള പല വാർത്തകളുടെയും തലക്കെട്ടുകൾ കണ്ടാൽ ഇന്ന് നിങ്ങൾ ചൂളിപ്പോവും. ഒരു തലക്കെട്ട് ഉദാഹരണം ഞാൻ പറയാം. ആലപ്പുഴയിൽ കാളവണ്ടി അപകടത്തിൽ 2 തീയ്യരും ഒരു മുഹമ്മദീയനും മരിച്ചു എന്നായിരിക്കും ഒരു 75-80 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു വാർത്ത ഒരു പത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലക്കെട്ട്. ഒരു കാളവണ്ടി അപകടത്തിൽ 2 തീയ്യരും ഒരു മുഹമ്മദീയനും മരിച്ചു എന്ന് ഇന്ന് പത്രത്തിൽ നമ്മളൊരു ബസ് അപകടത്തെക്കുറിച്ചുള്ള വാർത്തയിൽ തലക്കെട്ട് കൊടുത്താൽ ആ തലക്കെട്ട് കൊടുത്ത പത്രക്കാരെ നമ്മൾ എന്താണ് പറയുക? കാരണം നമ്മൾ അവിടുന്ന് മാറി മരണവാർത്ത കൊടുക്കുന്നിടത്തൊന്നും ജാതി കൊടുക്കാൻ പാടില്ല എന്ന ഒരു ബോധത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയതുകൊണ്ട് നമുക്കിത് വളരെ വിചിത്രമായിട്ടും മോശമായിട്ടും ഇന്ന് ഫീൽ ചെയ്യുന്നു. അതേ സമയത്ത് അതേ പത്രത്തിൽ ഞായറാഴ്ച 4 പേജ് മാട്രിമോണിയൽ കോളിയങ്ങൾ എടുത്തു നോക്കൂ. അവിടെ ജാതിയും ഉപജാതിയും പറഞ്ഞുകൊണ്ട് വിവാഹാലോചനകൾ ക്ഷണിക്കുന്ന പരസ്യം വായിക്കുമ്പോൾ നമുക്ക് യാതൊരു അസ്വസ്ഥതയും തോന്നുന്നില്ല. അപകട വാർത്തയിൽ മരിച്ചയാൾ മുഹമ്മദീയനെന്നും തീയനും ഇതെന്നും പത്രത്തിൽ ഹെഡിങ് എഴുതിയത് നമുക്ക് അസ്വസ്ഥത തോന്നുന്നു. പക്ഷേ
അങ്ങനെ ഒരു വാർത്ത വരാത്ത ഇന്നത്തെ പത്രത്തിലും ഞായറാഴ്ച മാട്രിമോണിയൽ പരസ്യത്തിൽ തീയനും വളക്കത്ര നായരും മറ്റേ നായരും ഈ നായരും നമ്പൂതിരിയും പൊരയനും SC/ST വേണ്ട എന്നൊക്കെ പറയുന്ന പരസ്യങ്ങൾ വരുമ്പോൾ ഒരു അസ്വസ്ഥതയും നമുക്ക് അനുഭവപ്പെടുന്നില്ല. എന്താ കാരണം? ഇതിൽ ഉപ്പിലിട്ടവരാണ് നമ്മൾ. പക്ഷേ ഒരു 50 വർഷം കൂടെ കഴിഞ്ഞ് ഈ അവസ്ഥയൊക്കെ മാറി മനുഷ്യരിങ്ങനെ ജാതി മതമൊന്നും നോക്കാതെ പരസ്പരം വിവാഹം ചെയ്യുന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമായി മാറുകയും വിവാഹ പരസ്യങ്ങളിൽ ജാതി പറയുന്നത് മോശമാണ് എന്ന ഒരു പൊതുബോധം രൂപപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ പത്രങ്ങൾ അന്നെടുത്ത് വായിക്കുന്നവർക്ക് അസ്വസ്ഥത തോന്നും. ഏതുപോലെ കാളവണ്ടി അപകടത്തിൻ്റെ വാർത്ത ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നുന്നത് പോലെ ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ മാട്രിമോണിയൽ പരസ്യം അന്നത്തെ തലമുറയ്ക്ക് അസ്വസ്ഥത സൃഷ്ടിക്കും. അങ്ങനെയാണ് മനുഷ്യൻ്റെ ധാർമ്മിക ബോധം കാലത്തിനൊപ്പം നീങ്ങുന്നത്, കാലത്തിന് മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ 1400 വർഷം മുമ്പ് മുഹമ്മദ് നബി ജീവിച്ചിരുന്ന ഒരു ഗോത്രകാല സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സങ്കല്പിക്കുന്നതിനേക്കാളൊക്കെ വളരെ വളരെ അപരിഷ്കൃതവും പ്രാകൃതവുമായിട്ടുള്ള ഒരവസ്ഥയിൽ ജീവിച്ചിരുന്ന സമൂഹമാണ്. ആ സമൂഹത്തെ നിങ്ങൾ ഇന്ന് ഈ വയല് കേട്ടിട്ടും കിതാബുകളിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടും ഒന്നും ഇന്നത്തെ സമൂഹവുമായിട്ട് തുലനം ചെയ്തിട്ട് അവർ ഭയങ്കര എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചരിത്രബോധമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സമൂഹത്തെ നമ്മൾ കാണേണ്ടത് ആ കാലഘട്ടത്തിൻ്റെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മിക പരിമിതികളെയും മനസ്സിലാക്കിക്കൊണ്ടാണ്. അങ്ങനെ നോക്കിക്കാണുമ്പോൾ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് മുഹമ്മദും കൂട്ടരും എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതൊന്നും തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയിട്ടില്ല. കൊള്ള ചെയ്യുക എന്നത് അന്നത്തെ ഒരു സാധാരണ കുലത്തൊഴിലായിരുന്നു. കൊള്ള ചെയ്യുന്ന കുലത്തൊഴിലുള്ളത് കൊണ്ടാണ് 4 മാസം കൊള്ള ചെയ്യാൻ പാടില്ല എന്ന പുണ്യമാസത്തിൻ്റെ ചട്ടങ്ങളുമൊക്കെ അന്നത്തെ ഗോത്രമര്യാദയിൽ വന്നത്. ഇന്നിപ്പോൾ 4 മാസം കൊള്ള ചെയ്യാൻ പാടില്ല, ബാക്കി 8 മാസം കൊള്ള ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നമുക്ക് പരിഹാസ്യമായിട്ട് തോന്നും. ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കൊള്ള എന്ന് ഇന്ന് നമുക്കറിയാം. പക്ഷേ 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് പല ഗോത്രങ്ങളുടെയും തൊഴിൽ എന്ന് പറയുന്നത് കൊള്ളയായിരുന്നു. ഇന്നും പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും കുലത്തൊഴിൽ കൊള്ളയായിട്ടുള്ള കപ്പൽ കൊള്ളക്കാരുടെയൊക്കെ ജീവിതമുണ്ട്, ഗോത്രജീവിതം നമുക്കറിയാം. അപ്പോൾ അന്നത്തെ തൊഴിലായിരുന്ന കൊള്ള ഒരു തെറ്റാണെന്ന് മുഹമ്മദിന് തോന്നിയില്ല, മുഹമ്മദിൻ്റെ അള്ളാഹുവിനും തോന്നിയില്ല. കൊള്ള ചെയ്യാൻ വേണ്ടി ആയുധങ്ങളുമായിട്ട് മറ്റു ഗോത്രങ്ങളെ നേരെ പടയോട്ടം നയിക്കുക എന്നത് ആ കാലത്ത് ലോകത്തെല്ലായിടത്തും സാർവത്രികമായി നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പോയി ആക്രമിച്ച് കൊള്ളയടിച്ച് അവരുടെ സ്വത്തുക്കളും അവരുടെ ഭൂമിയും പിടിച്ചെടുക്കുക എന്നത് അന്നൊരു ഗൗരവമുള്ള തിന്മയായിട്ട് ദൈവങ്ങളോ പ്രവാചകന്മാരോ മനുഷ്യന്മാരോ ഒന്നും കണ്ടിരുന്നില്ല. കാരണം ഈ പ്രവാചകന്മാരും ഈ ദൈവങ്ങളും ഒക്കെ ഈ സമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു. ഇവിടെയാണ് നമ്മൾ അടിവരയിട്ട് ഊന്നുന്നത്. മതങ്ങൾ സൃഷ്ടിച്ചത് മനുഷ്യനാണ്. അത് സൃഷ്ടിച്ച കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും അതിലുണ്ട്. അത് ലോകാവസാനം വരെ കുത്തും കോമയും മാറ്റാതെ നിലനിർത്തേണ്ട ഒന്നല്ല. ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. മുഹമ്മദ് നബി എല്ലാ കാലത്തേക്കുമുള്ള പ്രവാചകനാണെന്നും അദ്ദേഹം എങ്ങനെ ജീവിച്ചോ എങ്ങനെ പ്രവർത്തിച്ചോ അതാണ് ലോകാവസാനം വരെ മാതൃക എന്നുമുള്ള വിദണ്ഡവാദം നിങ്ങൾ അവസാനിപ്പിച്ചാൽ നമ്മൾ ഈ പരിപാടി നിർത്തും. പിന്നെ നമ്മൾ ഈ വിമർശിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് നബി എങ്ങനെയൊക്കെ ജീവിച്ചോ എന്തൊക്കെ ചെയ്തോ അതാണ് ലോകാവസാനം വരെ എല്ലാവരും ചെയ്യേണ്ടത് എന്ന അങ്ങേയറ്റം യുക്തിഹീനമായ വാദം ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ മതത്തെ, ഈ പ്രവാചകനെ, ഈ പ്രവാചകൻ്റെ ചര്യകളെ, ഈ ഖുർആനിൽ പറയുന്ന അടിമത്വവും കൊള്ളയും യുദ്ധവും പോലുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളെടുത്ത് വിമർശിക്കുന്നത്. വിമർശിക്കുമ്പോൾ നിങ്ങൾ കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ആ കാലഘട്ടം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കഴിഞ്ഞു. പിന്നെ നമ്മുടെ വിമർശനത്തിന് പ്രസക്തിയില്ല. ആ കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യൻ്റെ നീതിബോധം അനുസരിച്ച് അന്നത്തെ മനുഷ്യർ ചെയ്ത കാര്യങ്ങളാണ് ഈ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ ആ മതഗ്രന്ഥങ്ങളും പേറിക്കൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതെടുത്ത് തോട്ടിലെറിഞ്ഞുകൊണ്ട് ഈ കാലത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് ലോകം ഇന്ന് അംഗീകരിക്കുന്ന മാനവികതയുടെ ധാർമ്മിക മൂല്യമനുസരിച്ച്
നമുക്ക് ജീവിക്കാൻ കഴിയും. അവിടെ നമുക്ക് ഈ കാലഹരണപ്പെട്ട കിതാബുകളും മതങ്ങളും ആവശ്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് അടിമത്വത്തിൻ്റെ വിഷയമൊക്കെ പ്രധാന വിഷയമായിട്ട് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ചിലരൊക്കെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ്, ഇക്കാലത്ത് അടിമത്തം ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ അത് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. നിങ്ങളുടെ ഒരു വാദം തെറ്റാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ മതങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ധാർമ്മികത ലോകാവസാനം വരേക്കുള്ളതാണ് എന്നുള്ള വാദം നിങ്ങൾ പിൻവലിക്കുന്നോ, നമ്മൾ നിർത്തും. അവിടെയാണ് പ്രശ്നം. ഇത് കാലാതീതമാണെന്നും ലോകാവസാനം വരേക്കുള്ളതാണെന്നും വള്ളിപുള്ളി മാറ്റാൻ പാടില്ലാത്തതാണെന്നും ഇത് ദൈവം കൊടുത്തയച്ചതാണ് എന്നും പറയുമ്പോഴാണ് നമ്മൾ അതല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ തെളിയിക്കാൻ വേണ്ടിയിട്ട് അടിമത്തം പോലുള്ള കാര്യങ്ങൾ, യുദ്ധം പോലുള്ള കാര്യങ്ങൾ, കൊള്ള പോലുള്ള കാര്യങ്ങൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ പോലുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ കിതാബിൽ അതൊക്കെ ഉണ്ട്. അതാണ് നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. അത് നിങ്ങളോട് നമ്മൾ പറയുമ്പോൾ നമ്മളോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല, കോപം തോന്നിയിട്ട് കാര്യമില്ല, ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഒരു വാദത്തിൻ്റെ മുനയൊടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിമർശനം ഉന്നയിക്കുന്നത്. ഏത് വാദത്തിൻ്റെ? മതം ലോകാവസാനം വരേക്കുള്ളതാണ്, അത് വള്ളി പുള്ളി കുത്തുകോമ മാറ്റാൻ പാടില്ലാത്തതാണ്, അത് ദൈവം കെട്ടിയിറക്കിയതാണ്, അത് മനുഷ്യനിർമ്മിതമല്ല, മനുഷ്യർക്ക് ഇതൊന്നും നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് വാദം. ഇപ്പോൾ മനുഷ്യർക്ക് ഇതിനൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സാധനമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ആൾക്കാർ ഈ ദൈവത്തിൻ്റെ സാധനം കൊണ്ട് കിടന്നടങ്ങാറാവുകയും മനുഷ്യനുണ്ടാക്കിയ സാധനം ദൈവം ഉണ്ടാക്കിയതിനേക്കാൾ മെച്ചമാണ് എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അവിടെ കിടന്ന് വിരകുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ സാമൂഹിക മൂല്യങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന ആധുനിക മാനവിക മൂല്യങ്ങളൊന്നും നിങ്ങളുടെ മതത്തിൻ്റെ കിതാബുകളിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടിയതല്ല, ദൈവങ്ങൾ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതല്ല. അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനൊക്കെ എതിരായിട്ട് കാലത്തിന് മുന്നിലേക്ക് സഞ്ചരിച്ച് ചിന്തിച്ച സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള മനുഷ്യർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ആശയങ്ങളാണ് ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്, മാനവികത എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സുള്ളവരാണ് എന്നതാണ് ആധുനിക മാനവികതയുടെ അടിസ്ഥാന സിദ്ധാന്തം. അവിടെ ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷാ വ്യത്യാസമില്ലാതെ ലിംഗഭേദമില്ലാതെ ആണും പെണ്ണും ഉൾപ്പെടെ എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ നിയമത്തിൻ്റെ മുമ്പിൽ സംസ്കാരത്തിൻ്റെ മുമ്പിൽ തുല്യമായ ഡിഗ്നിറ്റി ഉണ്ട്, തുല്യമായ അവകാശങ്ങളുണ്ട്, തുല്യമായ അവസരങ്ങൾ ഉണ്ടായിരിക്കണം. ഇതാണ് ആധുനിക മാനവികതയുടെ അടിസ്ഥാന സിദ്ധാന്തം. അങ്ങനെ ഒരു സിദ്ധാന്തം ഒരു മതത്തിലുമില്ല. അവിടെ സ്ത്രീ പുരുഷ വിവേചനമുണ്ട്, അവിടെ വിശ്വാസി അവിശ്വാസി വിവേചനമുണ്ട്, അവിടെ അടിമ ഉടമ വിവേചനമുണ്ട്, അവിടെ അങ്ങനെ പലതരത്തിലുള്ള വിവേചനങ്ങളുമുള്ള സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. എന്താണ് അങ്ങനെ കാണാൻ കാരണം? ഈ മതം ഉണ്ടാക്കിയത് മനുഷ്യരാണ്. അതുണ്ടാക്കിയ മനുഷ്യരുടെ കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അതൊക്കെ ശരിയും അതിനപ്പുറത്തേക്കൊരു ശരി ഉണ്ടെന്ന് തോന്നാനുള്ള മനുഷ്യരുടെ കഴിവുകേടും. ഇതാണ് ഇതുപോലെയുള്ള കാലഹരണപ്പെട്ട മൂല്യങ്ങളെ മതഗ്രന്ഥങ്ങൾ ഇന്നും പേറുന്നതിന് കാരണം. പിന്നെ എന്താണ് പരിഹാരം? പരിഹാരം ഒന്നുകിൽ ഈ സാധനം വലിച്ചെറിഞ്ഞിട്ട് ആധുനിക കാലത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ജീവിക്കുക. അതിനുള്ള മൂല്യങ്ങളൊക്കെ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഇന്ന് ലോകത്തെല്ലാവർക്കും ഉണ്ട്. നമുക്കിന്ന് നമ്മുടെ ഭരണഘടനയുണ്ട്. അംബേദ്കറിനെ പോലെയുള്ള സ്വതന്ത്ര ചിന്തകരായ മനുഷ്യർ രൂപപ്പെടുത്തിയ ഭരണഘടനയുണ്ട്. അത് സെക്യുലറാണ്, അത് ജനാധിപത്യപരമാണ്, അത് മാനവികമാണ്. അവിടെ എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശം ഉറപ്പ് നൽകുന്നുണ്ട്. ആ ധാർമ്മികത, ആ ഭരണഘടനയുടെ ധാർമ്മികത അനുസരിച്ച് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതിന് വേറൊരു കിതാബിൻ്റെ ആവശ്യമില്ല. അതനുസരിച്ച് ജീവിച്ചാൽ മതി. ലോകത്തെവിടെയും അതുപോലെ തന്നെ ആധുനിക മാനവികതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളുണ്ട്. അതിൻ്റെ എല്ലാം തണലിൽ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് അതിൻ്റെ കടക്ക് കത്തിവെക്കുന്ന പണിയാണ് പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായി പോയ ആളുകൾ പോലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മതം മനുഷ്യനെ കാലത്തിൽ നിന്നും പുറകിലേക്ക് വലിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. കാലത്തിനൊപ്പം സഞ്ചരിക്കാനോ കാലത്തിന് മുന്നേ സഞ്ചരിക്കാനോ കഴിയാതെ പോകുന്നത് പോകട്ടെ, കാലത്തിന് പിന്നിലേക്ക് പിടിച്ചു വലിക്കുകയാണ് മതങ്ങൾ മനുഷ്യരെ ചെയ്യുന്നത്. മനുഷ്യൻ്റെ കാലോചിതമായ മൂല്യബോധം സ്വാഭാവികമായി മനുഷ്യരിൽ വന്നു ചേർന്ന ധാർമ്മിക മൂല്യങ്ങളെപ്പോലും ഇരുട്ടിലാക്കുകയും അവിടെ നിന്ന് പിടിച്ചു വലിച്ച അതല്ല ധാർമ്മികത, അതിനപ്പുറത്ത് 6-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതയാണ് ശരി എന്ന് പറയേണ്ട ഗതികേടിലാണ് മതമൗലികവാദികൾ എത്തി നിൽക്കുന്നത്. അത് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദുരന്തമാണ്. നമ്മൾ ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കും നന്മയിൽ നിന്ന് കൂടുതൽ നല്ല നന്മയിലേക്കും മുന്നേറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുകയും
പിന്നിലേക്ക് വലിക്കുന്ന തരത്തിൽ എല്ലാ പുരോഗതിയുടെയും മുമ്പിൽ വിലങ്ങുതടിയാവുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് മതം പ്രതിലോമ ശക്തിയാണ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് മതങ്ങളെ നമ്മൾ വിമർശിക്കുന്നത്. ഈ മതങ്ങൾ മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിത്തറയാണ് എന്ന നിങ്ങളുടെ വാദം യഥാർത്ഥ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കുകയും കാലഹരണപ്പെട്ട പ്രാകൃത ധാർമ്മിക മൂല്യങ്ങളിലേക്ക് മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ, മനുഷ്യൻ്റെ സംസ്കാരത്തെ പിടിച്ചു വലിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ മതത്തെ വിമർശിക്കുന്നത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അടിമത്തം പോലുള്ള വിഷയങ്ങൾ നമ്മളെടുത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പരോക്ഷമായിട്ടെങ്കിലും സമ്മതിക്കുന്നു. കാലഹരണപ്പെട്ടു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അത് തെറ്റാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അത് ആ കാലത്തെ സംഭവമാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. എങ്കിൽ ആ കാലത്തെ സംഭവങ്ങളാണ് നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതും താങ്ങിക്കൊണ്ട് ആധുനിക മനുഷ്യൻ്റെ മുമ്പിലേക്ക് വരേണ്ട കാര്യമില്ല. മതം ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മയും നല്ലതും അതിൽ സൗന്ദര്യശാസ്ത്രപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിലനിർത്താം. അതൊക്കെ അനുസരിച്ച് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാം. പക്ഷേ കാലഹരണപ്പെട്ട കാര്യങ്ങളെ വലിച്ചെറിയാനോ അതല്ലെങ്കിൽ കാലോചിതമായി പരിഷ്കരിക്കാനോ തയ്യാറാവണം. അതിന് തടസ്സമായി നിൽക്കുന്നത് അന്ധമായ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തെ എതിർക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ അടിമത്തം തെറ്റാണ് എന്ന് മുഹമ്മദ് നബിക്ക് തോന്നാതിരിക്കാൻ കാരണം മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് കൊള്ള പതിവായിരുന്നു, യുദ്ധം പതിവായിരുന്നു, മനുഷ്യരെ കൊള്ള ചെയ്യുന്നത് പതിവായിരുന്നു, കൊള്ള ചെയ്ത മനുഷ്യരെ അടിമകളാക്കുന്നത് പതിവായിരുന്നു, അടിമകളെ വിലക്ക് വാങ്ങുന്നതും വിൽക്കുന്നതും പതിവായിരുന്നു, അടിമകളെ സമ്മാനം കൊടുക്കുന്നത് പതിവായിരുന്നു, അടിമ സ്ത്രീകളെ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കുന്നത് പതിവായിരുന്നു, അടിമ സ്ത്രീകളിൽ കുട്ടികൾ ജനിക്കുന്നത് പതിവായിരുന്നു, അടിമകളെ പരസ്പരം കൈമാറുന്നത് പതിവായിരുന്നു, അടിമ ഫാം നടത്തുന്നത് പോലും പതിവായിരുന്നു. അടിമകളെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അടിമപ്പെണ്ണിനെയും അടിമച്ചക്കനെയും കല്യാണം കഴിപ്പിച്ച് അവരിൽ ജനിക്കുന്ന കുട്ടികളെ അടിമകളാക്കി അടിമച്ചന്തയിൽ അടിമകളെ വളർത്തുന്ന സമ്പ്രദായം പോലും ആ കാലത്ത് നടന്നിരുന്നു. അടിമകളായ പുരുഷന്മാരെ വൃഷണമുടച്ച് ചണ്ഡീകരിച്ച ശേഷം കന്നുകാലികളെ പോലെ അവരെ ഉപയോഗിക്കുന്നതും പതിവായിരുന്നു. ഇതൊക്കെ പതിവായിരുന്നൊരു കാലത്ത് അയ്യോ ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ മോശമാണ് എന്ന് ചിന്തിക്കാൻ അതിൻ്റെ ഗുണഭോക്താക്കളായ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് സ്വാഭാവികമാണ്. അത് കഴിയാത്തതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ദൈവീക വെളിപാടുകളിലും ദൈവങ്ങളുടെ സംസ്കാരത്തിലും ആ മനുഷ്യൻ്റെ സംസ്കാരവും മൂല്യവും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ തൊള്ളയിൽ കൂടെ വന്നിട്ടുള്ള ബടായികളിലൊന്നും ആകാശത്തിരിക്കുന്ന ദൈവം ഇല്ല. മറിച്ച് ആ മനുഷ്യൻ്റെ മനസ്സിലെ ആശയങ്ങളാണ് ഈ വായിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ള വെളിപാടുകൾ എന്ന് തന്നെയാണ്. ഖുർആനിലെ 6000-ൽ പരം വെളിപാടുകളിൽ ഒന്നുപോലും ഒരു ദൈവത്തിൻ്റെ നിലവാരമുള്ളതല്ല. എല്ലാം 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ തൊള്ളയിൽ കൂടെ മനുഷ്യന് പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഖുർആൻ എടുത്ത് വായിച്ച് വിശദീകരിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതിന് നമ്മളോട് കോപം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് എൻ്റെ ഒരു വീഡിയോക്ക് താഴെ വന്ന ഒരാളുടെ കമൻറ്റ്, ഞാനൊരു തലക്കെട്ട് കൊടുത്തിരുന്നു, ദൈവമുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞിട്ട്. അതിനോടുള്ള പ്രതികരണമായിട്ട് ഒരാൾ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് ഞാൻ കണ്ടു. നിങ്ങൾ ഈ വിശ്വാസികളെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ മാനസികമായി വേദനിപ്പിക്കുന്ന നിങ്ങളാണോ സ്വർഗത്തിൽ പോകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇതിന് ഞാൻ മുമ്പ് പലതവണ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒരു ചെറിയ വിശദീകരണം കൂടെ, അതേ ഉദാഹരണം ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയാം. ഒരു വയസ്സായൊരു കുട്ടി മാരകമായ രോഗം വന്ന് ആശുപത്രിയിൽ കിടക്കുന്നു. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലെ മാലാഖമാരായ നേഴ്സുമാർ വന്നിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഈ 1 വയസ്സായ കുട്ടിക്ക് ആ സൂചിയുമായി കുത്താൻ വരുന്ന നേഴ്സിനെ ഒരു യക്ഷിയായിട്ടോ തന്നെ കുത്തി വേദനിപ്പിക്കാൻ വരുന്ന ഒരു പിശാചായിട്ടോ ആണ് അനുഭവപ്പെടുക. ആ കുട്ടിക്ക് ആ നേഴ്സിനോട് കോപം തോന്നും. ആ കുട്ടി ആ നേഴ്സിനെ ചിലപ്പോൾ വെറുക്കുകയും ചെയ്യും. പക്ഷേ ആ യക്ഷി യഥാർത്ഥത്തിൽ യക്ഷിയല്ല. അത് ആ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ കുഞ്ഞിൻ്റെ ശാശ്വതമായ വേദനയിൽ നിന്ന് കുഞ്ഞിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അനിവാര്യമായ ഒരു ചെറിയ വേദന സമ്മാനിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് വേദനിപ്പിക്കുന്നതിനെ ആ നേഴ്സ് കാണുന്നത്. ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ നേഴ്സും ആ കുട്ടിയുടെ രക്ഷിതാക്കളും കുട്ടിയെ വേദനിപ്പിക്കുന്ന ഈ ചികിത്സ നൽകുന്നത്. അതുതന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഒരു സമൂഹം
ശൈശവദശയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിന് തിരിച്ചറിവില്ലാത്ത കാര്യങ്ങൾ, അവരെ തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ തൽക്കാലം തിരിച്ചറിവില്ലാത്ത ആ സമൂഹത്തിന് വേദനയായി അനുഭവപ്പെടുമെങ്കിലും ശാശ്വതമായി അവരെ ഈ വേദനയിൽ നിന്നും ഇരുട്ടിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം എന്നൊരാളുണ്ടെങ്കിൽ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗം എനിക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലാതെ ബോധപൂർവം വിശ്വാസികളെ വേദനിപ്പിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. വിശ്വാസികളെ അവർ വിശ്വാസത്തിൻ്റെ ഇരകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അതിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ആ പരിശ്രമം തൽക്കാലം അവർക്ക് അല്പം വേദന ഉണ്ടാക്കുന്നതെങ്കിൽ അത് അനിവാര്യമായ ഒരു ഇഞ്ചക്ഷൻ്റെ അല്ലെങ്കിൽ അനിവാര്യമായ ഒരു മരുന്നിൻ്റെ ഒരു ഇഫക്റ്റ് മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. അടിമത്തത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. എൻ്റെ ആ ലേഖനം തുടരുകയാണ്. അടുത്ത ഖണ്ഡിക മുതൽ വായിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഈ കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കും.